ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രശസ്ത എഴുത്തുകാരിയായ റോണ്ട ബേൺ എഴുതിയ ദി സീക്രട്ട് എന്ന പുസ്തകത്തിൻ്റെ ഓഡിയോ ബുക്കാണ്. അധ്യായം 5, ധനത്തിലേക്കുള്ള രഹസ്യം. മനസ്സിന് സങ്കല്പിക്കാൻ കഴിയുന്നതെല്ലാം നേടാനും കഴിയും. ക്ലെമന്റ് സ്റ്റോൺ. ജാക്ക് കാൻഫീൽഡ്. രഹസ്യം എന്നിൽ ശരിക്കും പരിവർത്തനമുണ്ടാക്കി. ഞാൻ വളർന്നത് നിഷേധ ചിന്താഗതിക്കാരനായ പിതാവിനൊപ്പമായിരുന്നു. പണക്കാർ എന്നാൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നവരാണ്. ആരെങ്കിലും പണക്കാരനായിട്ടുണ്ടെങ്കിൽ അത് മറ്റാരെയെങ്കിലും ചതിച്ചിട്ടായിരിക്കും എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് കുട്ടിക്കാലം മുതൽ പണത്തെക്കുറിച്ച് ചില ധാരണകൾ എൻ്റെ മനസ്സിലുണ്ടായി. നിങ്ങൾക്ക് പണമുണ്ടായാൽ അത് നിങ്ങളെ ചീത്തയാക്കും. ദുഷ്ടർക്ക് മാത്രമേ പണക്കാരനാകാൻ കഴിയൂ. പണം മരത്തിൽ കായ്ക്കുന്നതല്ല എന്നൊക്കെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. ഞാൻ ആരാണെന്നാ നിൻ്റെ വിചാരം? റോക്ക് ഫെല്ലറോ എന്നതായിരുന്നു അച്ഛൻ്റെ പ്രിയപ്പെട്ട വാക്യം. ജീവിതം വളരെ കഷ്ടപ്പാട് നിറഞ്ഞതാണ് എന്ന വിശ്വാസത്തിലാണ് ഞാൻ വളർന്നത്. ക്ലെമന്റ് സ്റ്റോൺ എന്ന വ്യക്തിയെ കണ്ടുമുട്ടിയ ശേഷമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ദിശ മാറിയത്. അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്ന കാലത്ത് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, നീ ഒരു വലിയ ലക്ഷ്യം മനസ്സിൽ നിശ്ചയിക്കണം. അത് നേടിക്കഴിഞ്ഞാൽ നിൻ്റെ മനസ്സ് ആഹ്ലാദം കൊണ്ട് വിങ്ങിപ്പൊട്ടുന്ന അത്ര വലിയ ലക്ഷ്യമായിരിക്കണം. അപ്പോൾ നീ അറിയും നിനക്കിതെല്ലാം കൈവരിക്കാൻ സാധിച്ചത് ഞാൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ മൂലമാണെന്ന്. ആ കാലത്ത് എനിക്ക് വർഷത്തിൽ ഏകദേശം $8000 വരുമാനം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് വർഷത്തിൽ $1,00,000 സമ്പാദിക്കണം. അതെങ്ങനെ സാധിക്കും എന്നെനിക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. അതിനുള്ള തന്ത്രങ്ങളോ സാധ്യതകളോ എൻ്റെ മുന്നിലുണ്ടായിരുന്നില്ല. എങ്കിലും ഞാനത് പ്രഖ്യാപിക്കുകയാണ്. ഞാനത് വിശ്വസിക്കുകയാണ്. അത് സത്യമാണ് എന്ന മട്ടിൽ ഞാൻ ഭാവിക്കാൻ പോവുകയാണ്. പിന്നെ ഞാനതിനെ പ്രപഞ്ചത്തിലേക്ക് വിട്ടുകൊടുക്കും എന്ന് ഞാൻ പറഞ്ഞു. അതിനാൽ ഞാൻ ചെയ്തു. അദ്ദേഹം എന്നെ പഠിപ്പിച്ച ഒരു കാര്യം എല്ലാ ദിവസവും കണ്ണടച്ചു നിന്ന് ഞാൻ ലക്ഷ്യമാക്കിയ കാര്യം നേടിക്കഴിഞ്ഞതുപോലെ മനോദൃശ്യം കാണണം എന്നാണ്. ഞാൻ $1,00,000 നോട്ടിൻ്റെ ഒരു ചിത്രമുണ്ടാക്കി മച്ചിൽ പതിച്ചു വെച്ചിരുന്നു. ഞാൻ കാലത്ത് ഉണർന്ന ഉടനെ ആദ്യം ചെയ്യുന്നത് കണ്ണു തുറന്ന് മുകളിലേക്ക് നോക്കി ആ ചിത്രം കാണുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതാണ് എന്ന് ഞാൻ സ്വയം ഓർമ്മിപ്പിക്കും. പിന്നെ ഞാൻ കണ്ണടച്ച് $1,00,000 വർഷത്തിൽ സമ്പാദിക്കുന്നയാളുടെ ജീവിത രീതിയിൽ ജീവിക്കുന്നതായി മനോദൃശ്യം കാണും. ഏതാണ്ട് 30 ദിവസത്തോളം വിശേഷിച്ച് ഒന്നും സംഭവിച്ചില്ല. എനിക്ക് അത്ഭുതകരമായ ആശയങ്ങളൊന്നും വീണു കിട്ടിയില്ല. ആരും തന്നെ കൂടുതൽ പണം തരാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നില്ല. ഏതാണ്ട് 4 ആഴ്ച കടന്നു പോയതിന് ശേഷമാണ് $1,00,000 വിലമതിക്കുന്ന ആ ആശയം എൻ്റെ മനസ്സിലുദിച്ചത്. ഞാൻ എഴുതിയ ഒരു പുസ്തകമുണ്ടായിരുന്നു. ഞാൻ സ്വയം പറഞ്ഞു, ഈ പുസ്തകം ഒന്നിന് $1/4 വില പ്രകാരം 4 ലക്ഷം കോപ്പികൾ വിൽക്കാൻ കഴിഞ്ഞാൽ എനിക്ക് $1,00,000 കിട്ടുമല്ലോ. ഈ പുസ്തകം മുമ്പും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും എനിക്ക് ഈ ചിന്ത വന്നില്ല. എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു പ്രചോദിത ചിന്ത ഉദിച്ചാൽ നിങ്ങൾ അതിനെ വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം എന്നതാണ് ഈ രഹസ്യങ്ങളിലൊന്ന്. 4 ലക്ഷം കോപ്പികൾ എങ്ങനെ വിറ്റഴിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോഴാണ് ഒരു സൂപ്പർ മാർക്കറ്റിൽ നാഷണൽ എൻക്വയർ പത്രം ഞാൻ കണ്ടത്. ഇതിനു മുമ്പ് ലക്ഷക്കണക്കിന് തവണ ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ അത് പാശ്ചാത്തലത്തിൽ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ പെട്ടെന്നത് മുൻനിരയിലേക്ക് കയറി വന്നു. അപ്പോൾ എനിക്ക് തോന്നി, ഇതിൻ്റെ വായനക്കാർ എല്ലാവരും എൻ്റെ പുസ്തകത്തെക്കുറിച്ച് അറിഞ്ഞാൽ 4 ലക്ഷം പേർ ഈ പുസ്തകം വാങ്ങാനായി തീർച്ചയായും വരും. 6 ആഴ്ചകൾക്ക് ശേഷം ന്യൂയോർക്കിലെ ഹണ്ടർ കോളേജിലെ 600 അധ്യാപകർ പങ്കെടുത്ത ഒരു സദസ്സിൽ ഞാനൊരു പ്രഭാഷണം നടത്തി. പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ എന്നെ സമീപിച്ച് പറഞ്ഞു, പ്രഭാഷണം വളരെ ഗംഭീരമായിരുന്നു. എനിക്ക് താങ്കളെ ഇൻ്റർവ്യൂ ചെയ്യണം എന്നുണ്ട്. ഇതാണ് എൻ്റെ കാർഡ്. അവർ നാഷണൽ എൻക്വയർ പത്രത്തിൽ ഇടയ്ക്കിടെ എഴുതാറുള്ള ഒരു ഫ്രീലാൻസ് എഴുത്തുകാരിയാണെന്ന് മനസ്സിലായി.
ട്വൈലൈറ്റ് സോൺ എന്ന പാട്ടിൻ്റെ തീം എൻ്റെ മനസ്സിൽ മുഴങ്ങി. ആഹാ, ഇത് ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ ഇൻ്റർവ്യൂ തുടങ്ങിയ അവരുടെ ലേഖനം പ്രസിദ്ധീകരിച്ചു വന്നു. അതോടെ ഞങ്ങളുടെ പുസ്തകം പലരും വാങ്ങാനും തുടങ്ങി. ഞാൻ എടുത്തു കാണിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സംഭവങ്ങളെല്ലാം ആ വ്യക്തി ഉൾപ്പെടെ എല്ലാറ്റിനും ഞാൻ എന്നിലേക്ക് ആകർഷിക്കുകയായിരുന്നു. കഥ ചുരുക്കി പറഞ്ഞാൽ, ആ വർഷം എനിക്ക് $1,00,000 സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് ആകെ കിട്ടിയത് $92,327 ആയിരുന്നു. ഞങ്ങളാകെ മാനസികമായി തകർന്നു. ഇതൊന്നും നടക്കില്ല എന്ന് പറയാൻ തുടങ്ങി എന്നാണോ നിങ്ങൾ കരുതിയത്? അങ്ങനെയല്ല. ഇത് വിസ്മയകരമായിരിക്കുന്നു, എൻ്റെ ഭാര്യ പറഞ്ഞു. 1,00,000 കാര്യത്തിൽ ഇത് നടന്നു എങ്കിൽ 10,00,000 ഇത് നടക്കേണ്ടതല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, നടക്കും എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ശ്രമിച്ചു നോക്കാം. ഞങ്ങളുടെ ആത്മാവിനുള്ള ചിക്കൻ സൂപ്പ് എന്ന പുസ്തകത്തിൻ്റെ റോയൽറ്റിയായി എൻ്റെ പ്രസാധകൻ എനിക്കൊരു ചെക്ക് തന്നു. ആ ചെക്ക് എഴുതുമ്പോൾ തൻ്റെ കയ്യൊപ്പിൽ ഒരു ചിരിച്ച മുഖവും കൂടി ചേർത്തു. കാരണം ആദ്യമായിട്ടാണ് അയാൾ ഒരു $10,00,000 ചെക്ക് ഒപ്പിടുന്നത്. എനിക്കിത് പരീക്ഷിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അനുഭവത്തിലൂടെ ഞാനത് മനസ്സിലാക്കി. ഈ രഹസ്യത്തിന് ശരിക്കും ഫലമുണ്ടാവുമോ? ഞങ്ങൾ അത് പരീക്ഷിച്ചു. അത് ഗംഭീരമായി പ്രവർത്തിക്കും എന്ന് ബോധ്യമായി. ഇപ്പോൾ ഇതിൽ നിന്നാണ് എൻ്റെ ഓരോ ദിവസവും ഞാൻ ജീവിക്കുന്നത്. ഈ രഹസ്യത്തിൻ്റെ ജ്ഞാനവും ആകർഷണ തത്വത്തിൻ്റെ ബോധപൂർവമായ പ്രയോഗവും നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു കാര്യത്തിനും വേണ്ടി പ്രയോഗിക്കാവുന്നതാണ്. നിങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഏതു കാര്യത്തിനും പ്രക്രിയ ഇതുതന്നെയാണ്. പണത്തിൻ്റെ കാര്യത്തിലായാലും വ്യത്യാസം ഒന്നുമില്ല. പണത്തെ ആകർഷിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് സമ്പത്തിൽ കേന്ദ്രീകരിക്കണം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ഇല്ല എന്നാണ് നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചിന്ത എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ധനം വന്നു ചേരുക അസാധ്യമാണ്. കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് ഇല്ലായ്മയുടെ ചിന്തകളാണ്. ആവശ്യത്തിന് പണമില്ല എന്നതിൽ മനസ്സ് കേന്ദ്രീകരിച്ചു കൊണ്ടിരുന്നാൽ ആവശ്യത്തിന് പണമില്ലാതെ വരുന്ന സാഹചര്യങ്ങൾ ഇനിയും കൂടുതൽ സൃഷ്ടിക്കപ്പെടും. പണത്തിൻ്റെ സമൃദ്ധിയിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങളിലേക്ക് വരും. നിങ്ങൾ ചിന്തകളിലൂടെ പുതിയ ഒരു സിഗ്നൽ പ്രസരണം ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പോൾ ധാരാളം പണമുണ്ട് എന്നതായിരിക്കണം ആ ചിന്തകളുടെ അടിസ്ഥാനം. ഇവിടെ നിങ്ങളുടെ ഭാവന പ്രവർത്തിക്കണം. നിങ്ങൾക്ക് ആവശ്യത്തിലധികം പണമുള്ളതായി നടിക്കാൻ കഴിയണം. ഇത് വളരെ രസകരമായിരിക്കും. ഇങ്ങനെ ധാരാളം പണമുള്ളയാളായി സങ്കല്പിച്ച് നടിക്കാൻ തുടങ്ങിയാൽ ക്രമേണ പണത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ സുഖകരമായ വികാരം അനുഭവപ്പെടാൻ തുടങ്ങുന്നതായി കാണാം. ആ വികാരം അനുഭവപ്പെടാൻ തുടങ്ങുന്നതോടെ പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങും. ജാക്കിൻ്റെ ഈ വിസ്മയകരമായ അനുഭവകഥയാണ് ബ്ലാങ്ക് ചെക്ക് സൃഷ്ടിക്കാൻ രഹസ്യം സംഘത്തിന് പ്രചോദനമായത്. ഈ ബ്ലാങ്ക് ചെക്ക് www.thesecrettv എന്ന വെബ്സൈറ്റിൽ നിന്ന് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. പ്രപഞ്ചത്തിൻ്റെ ബാങ്കിൽ നിന്നുള്ള ആ ബാങ്ക് ചെക്ക് നിങ്ങൾക്കുള്ളതാണ്. അതിൽ നിങ്ങളുടെ പേരും തുകയും ആവശ്യമായ മറ്റു വിവരങ്ങളും എഴുതി നിങ്ങൾക്ക് എന്നും കാണാൻ കഴിയും വിധം പ്രധാനപ്പെട്ട സ്ഥാനത്ത് വയ്ക്കുക. ആ ചെക്കിലേക്ക് നോക്കുമ്പോഴൊക്കെ അത്രയും പണം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലുള്ള വികാരം അനുഭവിക്കണം. ആ പണം ചിലവാക്കുന്നത് സങ്കല്പിക്കുക. അതുപയോഗിച്ച് വാങ്ങുന്ന വസ്തുക്കൾ, ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം സങ്കല്പിക്കുക. ആ സന്തോഷം അനുഭവിക്കുക. ആ പണം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നറിയുക. കാരണം നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് ലഭിച്ചു എന്നാണ് അർത്ഥം. ഈ രഹസ്യം ചെക്ക് ഉപയോഗിച്ച് വസ്തുതകൾ നേടിയ 100 കണക്കിന് സംഭവങ്ങൾ ആളുകൾ ഞങ്ങൾക്ക് എഴുതി അറിയിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഫലം തരുന്ന രസകരമായ ഒരു കളിയാണ്. സമൃദ്ധിയെ ആകർഷിക്കുക. പലർക്കും ആവശ്യത്തിന് പണമില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ അതിനൊരേയൊരു കാരണം അവരുടെ ചിന്തകൾ പണം അവരിലേക്ക് വരുന്നത് തടയുന്നു എന്നതാണ്. വിപരീതമായ ചിന്ത, വികാരം, ഭാവം എന്നിവയൊക്കെ പണമോ മറ്റു നന്മകളോ നിങ്ങളിലേക്ക് വരുന്നതിനെ തടയും. പ്രപഞ്ചം പണത്തെ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുകയില്ല. നിങ്ങൾക്കാവശ്യമുള്ള അത്രയും പണം അദൃശ്യമായി ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് പണം ഇല്ലെങ്കിൽ പണം നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നതിനെ നിങ്ങൾ തടയുന്നതാണ് അതിൻ്റെ കാരണം. നിങ്ങളുടെ ചിന്തകളാണ് അത് ചെയ്യുന്നത്. നിങ്ങളുടെ ചിന്തയുടെ ത്രാസ് നിങ്ങൾക്ക് അനുകൂലമായ വശത്തേക്ക് ചായണം.
പണത്തിൻ്റെ അഭാവം എന്നതിൽ നിന്ന് ആവശ്യത്തിലധികം പണം എന്നതിന് മുൻതൂക്കം വരണം. ഇല്ലായ്മയുടെ ചിന്തകൾ വെടിഞ്ഞ് സമൃദ്ധിയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. അപ്പോൾ ത്രാസ് നിങ്ങൾക്ക് അനുകൂലമാകും. നിങ്ങൾക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ മനസ്സിലെ പ്രബല ചിന്ത. സ്വാഭാവികമായും ആകർഷണ തത്വമനുസരിച്ച് നിങ്ങൾ അത്തരം അവസ്ഥകളെ തുടർന്നും ആകർഷിച്ചു കൊണ്ടിരിക്കും. പണത്തെക്കുറിച്ച് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാൻ കഴിയും. ഞാൻ രഹസ്യം കണ്ടെത്തുന്നതിന് തൊട്ടു മുമ്പ് എൻ്റെ അക്കൗണ്ടൻറ്റ് എന്നോട് പറഞ്ഞത്, എൻ്റെ കമ്പനി ഇപ്പോൾ വലിയ നഷ്ടത്തിലാണ് നടക്കുന്നത്. ഇങ്ങനെ പോയാൽ 3 മാസത്തിലധികം കമ്പനി പൂട്ടിപ്പോകും, മാസത്തിനകം കമ്പനി പൂട്ടിപ്പോകും എന്നായിരുന്നു. 10 വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം എല്ലാം നഷ്ടപ്പെടുകയാണ്. കമ്പനിയെ രക്ഷിക്കാൻ കൂടുതൽ പണം ആവശ്യമായി നിൽക്കുന്ന സമയത്ത് കാര്യങ്ങൾ കൂടുതൽ വഷളായി. രക്ഷപ്പെടാൻ ഒരു വഴിയും കണ്ടില്ല. അപ്പോഴാണ് ഞാൻ രഹസ്യം കണ്ടെത്തിയത്. അതോടെ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കമ്പനിയുടെ അവസ്ഥയുൾപ്പെടെ മൊത്തത്തിൽ മാറിമറിഞ്ഞു. ഞാൻ എൻ്റെ ചിന്തകളുടെ രീതി മാറ്റി. എൻ്റെ അക്കൗണ്ടൻറ്റ് കണക്കുകൾ നോക്കി വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സമൃദ്ധിയെക്കുറിച്ചും ക്ഷേമത്തെക്കുറിച്ചും മാത്രം ചിന്തിച്ചു. എൻ്റെ അസ്തിത്വത്തിൻ്റെ ഓരോ കണികയിലും എനിക്ക് ബോധ്യമുണ്ടായിരുന്നു, പ്രപഞ്ചം ആവശ്യമായത് ചെയ്തു തരുമെന്ന്. തീർച്ചയായും പ്രപഞ്ചം അത് ചെയ്തു തന്നു. ഞാൻ ഒരിക്കലും സങ്കല്പിക്കാത്ത മാർഗങ്ങളിലൂടെ സംശയത്തിൻ്റെ ചില നിമിഷങ്ങൾ എനിക്കുമുണ്ടായി. പക്ഷേ സംശയത്തിൻ്റെ ലക്ഷണം അറിഞ്ഞയുടൻ തന്നെ ഞാൻ എൻ്റെ ചിന്തകളെ ദിശ മാറ്റി. ഞാൻ ആഗ്രഹിച്ചത് നേടിക്കഴിഞ്ഞാലത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിച്ചു. ഞാൻ അതിന് കൃതജ്ഞത അറിയിച്ചു, അതിൽ ആനന്ദിച്ചു, വിശ്വസിച്ചു. ഈ രഹസ്യത്തെക്കുറിച്ചുള്ള ഒരു രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എന്തും നേടാനുള്ള എളുപ്പവഴി ഇപ്പോൾ തന്നെ സന്തുഷ്ടനാവുക, സന്തോഷം അനുഭവിക്കുക എന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പണമായാലും മറ്റെന്തെങ്കിലും ആയാലും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും സുഗമമായ മാർഗമാണത്. ആഹ്ലാദത്തിൻ്റെയും സന്തുഷ്ടിയുടെയും വികാരം പ്രപഞ്ചത്തിലേക്ക് പ്രസരിപ്പിക്കുന്നതിൽ കേന്ദ്രീകരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ സമൃദ്ധിയായി പണവും നിങ്ങൾ മോഹിക്കുന്ന മറ്റു കാര്യങ്ങളും എല്ലാം ഉൾപ്പെടെ നിങ്ങൾക്ക് ആഹ്ലാദവും സംതൃപ്തിയും നൽകുന്ന എല്ലാം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. നിങ്ങൾ ആവശ്യപ്പെട്ടത് നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ആ തരംഗം പ്രസരിപ്പിക്കണം. നിങ്ങൾ പ്രസരണം ചെയ്യുന്ന സന്തോഷത്തിൻ്റെ വികാര തരംഗങ്ങൾ ചിത്രങ്ങളായി, അനുഭവങ്ങളായി നിങ്ങളിലേക്ക് തിരിച്ചു വരും. നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളും വികാരങ്ങളുമാണ് ആകർഷണതത്വം നിങ്ങളുടെ ജീവിതമായി പ്രതിഫലിപ്പിക്കുന്നത്. സമ്പൽ സമൃദ്ധിയിൽ മനസ്സ് കേന്ദ്രീകരിക്കുക. ഡോക്ടർ ജോ വിറ്റാലി. ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ധാരാളം പണം ആകർഷിക്കാൻ കഴിയുക, എങ്ങനെയാണ് ധാരാളം നോട്ടുകൾ എൻ്റെ കയ്യിൽ വന്നു ചേരുക, എങ്ങനെയാണ് എനിക്ക് കൂടുതൽ സമ്പത്തും ഐശ്വര്യവും വന്നു ചേരുക, ഇപ്പോഴുള്ള ജോലിയിൽ തുടർന്നുകൊണ്ട് എങ്ങനെയാണ് എൻ്റെ ക്രെഡിറ്റ് കാർഡ് ബാധ്യതകൾ തീർക്കുക, എൻ്റെ ജോലിയിൽ നിന്നാണ് എനിക്ക് എൻ്റെ വരുമാനം കിട്ടുന്നത്, അതിനൊരു പരിധിയുണ്ട്, എങ്ങനെയാണ് കൂടുതൽ സമ്പാദിക്കാൻ എനിക്ക് കഴിയുക. ഇതിനുത്തരം അത് ആവശ്യപ്പെടുക എന്നതാണ്. ഈ രഹസ്യം പുസ്തകത്തിൽ തുടക്കം മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് തന്നെയാണ്. നമ്മൾ വന്നെത്തുന്നത് പ്രപഞ്ചം എന്ന കാറ്റലോഗിൽ നിന്ന് നിങ്ങൾക്കാവശ്യമായത് എന്തെന്ന് പ്രഖ്യാപിക്കുക മാത്രമാണ് നിങ്ങളുടെ ചുമതല. പണമാണ് വേണ്ടതെങ്കിൽ എത്ര പണം വേണം എന്ന് പറയുക. 30 ദിവസത്തിനുള്ളിൽ എനിക്ക് $25,000 അപ്രതീക്ഷിത വരുമാനം കിട്ടണം എന്നാവാം, മറ്റെന്തെങ്കിലുമാവാം. അത് നിങ്ങളിലേക്ക് വിശ്വസിക്കാൻ കഴിയുന്നതാവണം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതാവണം. നിങ്ങളുടെ ജോലി മാത്രമാണ് നിങ്ങൾക്ക് പണം ലഭിക്കാനുള്ള ഏക മാർഗം എന്ന് ഇത്രയും കാലം നിങ്ങൾ വിചാരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ആ വിചാരം ഉപേക്ഷിക്കുക. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അത് തന്നെയാവും നിങ്ങളുടെ അനുഭവം. അത്തരം ചിന്തകൾ നിങ്ങൾക്ക് യാതൊരു ഗുണവും ചെയ്യില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയില്ലേ, സമൃദ്ധമായ സമ്പത്ത് നിങ്ങൾക്കായിട്ടുണ്ട്. അത് എങ്ങനെ നിങ്ങളുടെ പക്കൽ എത്തിച്ചേരും എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ആവശ്യപ്പെടുക. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുക. സന്തോഷത്തോടെ ഇരിക്കുക എന്നത് മാത്രമാണ്. അത് എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. ബോബ് പ്രോക്ടർ. കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് മിക്ക ആളുകളുടെയും ലക്ഷ്യം. അത് നിങ്ങളുടെ എന്നെന്നും
അത് നിങ്ങളെ എന്നെന്നും കടബാധ്യതയിൽ നിർത്തുകയുള്ളൂ. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അതിനെയാണ് നിങ്ങൾ ആകർഷിക്കുക. കടബാധ്യതയിൽ നിന്ന് പുറത്തു കടക്കാനാണല്ലോ ഞാൻ ആലോചിക്കുന്നത് എന്ന് നിങ്ങൾ പറയും. പുറത്തു കടക്കാനോ അകത്ത് കയറാനോ എന്നത് വിഷയമല്ല, കടം എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതിനാൽ നിങ്ങൾ കടത്തെ ആകർഷിക്കും. കടം തനിയെ തിരിച്ചടക്കുന്ന എന്തെങ്കിലും പദ്ധതി ഏർപ്പാടാക്കുക. എന്നിട്ട് സമ്പൽ സമൃദ്ധിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരുപാട് ബില്ലുകൾ കൊടുത്തു തീർക്കാനുണ്ട്, എങ്ങനെ കൊടുക്കുമെന്നൊരു പിടിയും കിട്ടുന്നില്ല എന്ന അവസ്ഥയിൽ നിങ്ങൾ ആ ബില്ലുകൾ മനസ്സിൽ കേന്ദ്രീകരിക്കരുത്. അങ്ങനെ ചെയ്താൽ കൂടുതൽ ബില്ലുകളെ ആകർഷിച്ചു വരുത്തുകയാവും ഫലം. ഈ ബില്ലുകളൊക്കെ ഇരിക്കെ തന്നെ സമ്പൽ സമൃദ്ധിയിൽ മനസ്സ് കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു വഴി നിങ്ങൾ കണ്ടെത്തണം. കൂടുതൽ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുത്താനായി നിങ്ങൾ സുഖാനുഭൂതി അനുഭവിക്കാനുള്ള വഴി കണ്ടെത്തണം. ജെയിംസ് റേ. പലരും പലപ്പോഴും എന്നോട് പറയാറുണ്ട്, അടുത്ത വർഷം എൻ്റെ വരുമാനം ഇരട്ടിയാക്കണം എന്ന്. പക്ഷേ പിന്നീട് അവർ ആ ആഗ്രഹം സാധ്യമാക്കാൻ വേണ്ട പ്രവൃത്തികൾ ചെയ്യുന്നില്ല. പിന്നെ അവർ നേരെ പിന്തിരിയും. എന്നിട്ട് പറയും, അതൊന്നും എനിക്ക് വഹിക്കാൻ കഴിയുന്നതല്ല. സംഭവിക്കുന്നത് എന്തായിരിക്കും? താങ്കളുടെ ആഗ്രഹം എനിക്കുള്ള കൽപ്പനയാണ് എന്നത് തന്നെ. എനിക്ക് അത് സാധിക്കില്ല എന്ന വാക്കുകൾ നിങ്ങളുടെ നാവിൽ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് മാറ്റുവാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. ആ ചിന്ത മാറ്റി പകരം എനിക്ക് സാധിക്കും, ഞാനത് വാങ്ങും എന്ന ചിന്ത കൊണ്ടുവരിക. തത്തയെപ്പോലെ അത് വീണ്ടും വീണ്ടും പറയുക. അടുത്ത 30 ദിവസത്തേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കണ്ടാലും എനിക്കത് വാങ്ങാൻ കഴിയും, ഞാനത് സ്വന്തമാക്കും എന്ന് സ്വന്തം പറയും എന്ന് നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വസ്ത്രങ്ങൾ കണ്ടാൽ ഒരു വിനോദയാത്രയെക്കുറിച്ച് ആലോചിച്ചാൽ എനിക്കത് സാധിക്കും എന്ന് പറയുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ സ്വയം ദിശ മാറ്റുകയാണ്. പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ കുറേ കൂടി സുഖമുള്ളവയാവും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ നിങ്ങൾക്ക് കഴിയും എന്ന് നിങ്ങൾ സ്വയം ബോധ്യപ്പെടുത്തും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചിത്രം മാറും. ലിസ നിക്കോൾസ്. നിങ്ങൾ ഇല്ലായ്മയിലും ദാരിദ്ര്യത്തിലും മനസ്സ് കേന്ദ്രീകരിക്കുകയും കുടുംബത്തിൽ അതിനെ ചൊല്ലി ക്ഷോഭിക്കുകയും സുഹൃത്തുക്കളോടിത് ചർച്ച ചെയ്യുകയും ചെയ്താൽ, മക്കളോട് നമുക്കത്രയൊന്നും കഴിവില്ല, അതൊന്നും നമുക്ക് വാങ്ങാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് അവ സ്വന്തമാക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ ഇല്ലായ്മയുടെ അവസ്ഥയെയാണ് ആകർഷിക്കുന്നത്. നിങ്ങൾക്ക് സമൃദ്ധി വേണമെങ്കിൽ, ഐശ്വര്യം വേണമെങ്കിൽ സമൃദ്ധിയിലും ഐശ്വര്യത്തിലും മനസ്സ് കേന്ദ്രീകരിക്കുക. ദൃശ്യമായിട്ടുള്ള സമ്പത്തെല്ലാം ഏത് അലൗകിക പദാർത്ഥത്തിൽ നിന്ന് വരുന്നുവോ അത് ഒരിക്കലും ശൂന്യമാകുന്നില്ല. അത് എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾക്കതിലുള്ള വിശ്വാസത്തോടും അതിൽ നിന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നതിനോടും അത് പ്രതികരിക്കും. ചാൾസ് ഫിൽമോർ. ഇപ്പോൾ രഹസ്യം നിങ്ങൾ അറിഞ്ഞു. ഇനി വളരെ ധനികനായ ഒരാളെ കണ്ടാൽ നിങ്ങൾക്കറിയാം, അയാളുടെ മനസ്സിലെ പ്രബലമായ ചിന്ത സമ്പത്തിനെക്കുറിച്ചായിരിക്കും, ദാരിദ്ര്യത്തെക്കുറിച്ചല്ല. അയാൾ ബോധപൂർവമോ അല്ലാതെയോ സമ്പത്തിനെ അയാളിലേക്ക് വിളിച്ചെടുപ്പിക്കുകയായിരുന്നു. അത്തരക്കാർ മനസ്സിനെ സമ്പത്തിനെക്കുറിച്ചുള്ള ചിന്തകളിൽ കേന്ദ്രീകരിച്ചു. പ്രപഞ്ചം സമ്പത്ത് അവരിൽ എത്തിക്കാനായി വ്യക്തികളെയും സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും ചലിപ്പിച്ചു. അവർക്കുള്ള സമ്പത്ത് നിങ്ങൾക്കുമുണ്ട്. നിങ്ങളും അവരും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം, അവരുടെ മനസ്സിലെ ചിന്തകൾ സമ്പത്തിനെ അവരിലേക്ക് കൊണ്ടുവരാനുള്ള ചിന്തകളായിരുന്നു. നിങ്ങളുടെ സമ്പത്ത് അദൃശ്യമായി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതിനെ പ്രത്യക്ഷമാക്കുവാൻ മനസ്സിൽ സമ്പത്ത് എന്ന ചിന്ത നിറയണം. ഡേവിഡ് ഷിർമർ. ഈ രഹസ്യം ഞാൻ ആദ്യം മനസ്സിലാക്കുന്ന സമയത്ത് എനിക്ക് തപാലിൽ ഒരുപാട് ബില്ലുകൾ വരാറുണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. ആകർഷണ തത്വം അനുസരിച്ച് നിങ്ങൾ എന്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുന്നുവോ അത് നിങ്ങൾക്ക് കിട്ടും. എനിക്കൊരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആണ് കിട്ടിയത്. അതിലെ തുക മായ്ച്ചു കളഞ്ഞ് മറ്റൊരു തുക ഞാൻ അവിടെ എഴുതി ചേർത്തു. ബാങ്കിൽ എത്ര തുക കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നുവോ ആ തുകയാണ് ഞാൻ എഴുതി വെച്ചത്. തപാലിൽ ചെക്കുകൾ വരുന്നതായി മനസ്സിൽ കണ്ടാൽ എന്താകും എന്ന് ഞാൻ ആലോചിച്ചു. തപാലിൽ ഒരു കെട്ട് ചെക്കുകൾ എനിക്ക് കിട്ടിയതായി ഞാൻ മനസ്സിൽ കണ്ടു. ഒരൊറ്റ മാസത്തിനുള്ളിൽ കാര്യങ്ങളാകെ മാറി. അത്ഭുതം തന്നെയാണ്. ഇപ്പോൾ തപാലിൽ ചെക്കുകളാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.
ഇടയ്ക്ക് ചില ബില്ലുകളും ഉണ്ടാകും. പക്ഷേ അതിനേക്കാൾ എത്രയോ അധികമാണ് കിട്ടുന്ന ചെക്കുകൾ. രഹസ്യം ചലച്ചിത്രം റിലീസ് ചെയ്ത ശേഷം ഞങ്ങൾക്ക് 100 കണക്കിന് കത്തുകൾ കിട്ടാറുണ്ട്. അവയിൽ പലതിലും പറയുന്നത് ഈ ചിത്രം കണ്ടതിന് ശേഷം അപ്രതീക്ഷിതമായി തപാലിൽ ചെക്കുകൾ കിട്ടിയ അനുഭവങ്ങളാണ്. അങ്ങനെ സംഭവിക്കാൻ കാരണം അവരെല്ലാം ഡേവിഡിൻ്റെ ഈ സംഭവകഥയിൽ മനസ്സ് കേന്ദ്രീകരിക്കുകയായിരുന്നു. അതവർക്ക് ചെക്കുകൾ വന്നു ചേരാൻ കാരണമായി. മുന്നിൽ കുമിഞ്ഞുകൂടുന്ന ബില്ലുകളിൽ നിന്ന് എൻ്റെ ചിന്തകളെ മുഴുവനായി ഞാൻ ഒരു രസകരമായ കളിയുണ്ടാക്കി. ഈ ബില്ലുകളെല്ലാം യഥാർത്ഥത്തിൽ ചെക്കുകളാണെന്ന് ഞാൻ ഭാവിക്കും. അവ തുറന്നു നോക്കി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. അമ്മേ, എനിക്കിതാ പണം കിട്ടി, നന്ദി എന്നുറക്കെ വിളിച്ചു പറയും. ഓരോ ബില്ലും കയ്യിലെടുത്ത് അത് ഒരു ചെക്കാണെന്ന് ഞാൻ സങ്കല്പിക്കും. അതിലെ തുകയിൽ കുറേ പൂജ്യങ്ങൾ കൂട്ടിച്ചേർത്ത് കൂടുതൽ വലിയ തുകയാക്കും. ഒരു ചെറിയ കുറിപ്പ് പുസ്തകം എടുത്ത് പേജിൻ്റെ ഏറ്റവും മുകളിൽ എനിക്ക് കിട്ടിയിരിക്കുന്നു എന്ന് ഞാൻ എഴുതി വെക്കും. അതിന് താഴെ ബില്ലുകൾ ഓരോന്നായി എടുത്ത് അതിൽ സംഖ്യകൾ കൂട്ടിച്ചേർത്ത പൂജ്യങ്ങൾ സഹിതം ഒരു പട്ടികയായി എഴുതി വെക്കും. ഓരോ സംഖ്യയുടെയും നേരെ നന്ദി എന്ന് എഴുതി വെക്കും. ആ തുകകൾ കിട്ടിയതിനുള്ള കൃതജ്ഞതയുടെ വികാരം മനസ്സിൽ അനുഭവിക്കും. അപ്പോൾ എൻ്റെ കണ്ണിൽ കണ്ണീര് പൊടിഞ്ഞിരുന്നു. പിന്നെ ഓരോ ബില്ലും എടുക്കും. എനിക്ക് കിട്ടിയ തുകകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതെല്ലാം വളരെ നിസ്സാരമായ സംഖ്യകളാണ്. ആ ബില്ലുകളെല്ലാം ഞാൻ കൃതജ്ഞതയോടെ കൊടുത്തു തീർക്കും. അത് ഒരു ചെക്കാണ് എന്ന വികാരം ശരിക്കും മനസ്സിലുണ്ടായിക്കഴിഞ്ഞാലേ ഞാൻ ബില്ലുകൾ തുറന്നു നോക്കാറുള്ളൂ. അവ ചെക്കുകളാണെന്ന് സ്വയം ബോധ്യപ്പെടുത്താതെ ഞാൻ അവ തുറന്നാൽ എൻ്റെ വയറ്റിൽ എന്തോ ഒരു കലങ്ങിമറിച്ചിൽ ഉണ്ടായ പോലെ തോന്നും. എനിക്കറിയാം, എൻ്റെ വയറ്റിൽ ആ കലങ്ങിമറിച്ചിൽ ഉണ്ടായാൽ അത് അതിശക്തമായി കൂടുതൽ ബില്ലുകൾ കൊണ്ടുവരും. കൂടുതൽ പണം എൻ്റെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ആ വികാരം മായ്ച്ചു കളഞ്ഞ് ആഹ്ലാദത്തിൻ്റെ വികാരം പകരം കൊണ്ടുവരണം എന്നെനിക്കറിയാം. ഒരു കുന്നു ബില്ലുകൾക്ക് മുമ്പിൽ ഈ കളി ശരിക്കും വിജയിച്ചു. എൻ്റെ ജീവിതം തന്നെ മാറി. ഇതുപോലെ പല കളികളും നിങ്ങൾക്ക് സൃഷ്ടിക്കാം. നിങ്ങൾക്ക് ശരിക്കും ഫലം ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന തോന്നലിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ അത് കൃത്യമായി ഭാവിക്കുമ്പോൾ യഥാർത്ഥ ഫലം അതിവേഗം നിങ്ങൾക്ക് കിട്ടും. ലോറൽ ലാഗ്മേയർ, ധനകാര്യ തന്ത്രജ്ഞ, പ്രാസംഗിക കോർപ്പറേറ്റ് വ്യക്തിത്വ വികസന പരിശീലക. പണമുണ്ടാക്കണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യണം എന്ന് കേട്ടാണ് ഞാൻ വളർന്നത്. ഇപ്പോൾ ഞാനത് മാറ്റി. പണം വളരെ എളുപ്പത്തിലും സുലഭമായും വരും എന്നാക്കി. ആദ്യം കേൾക്കുമ്പോൾ ഇത് നുണയാണെന്ന് തോന്നും, അല്ലേ? നിങ്ങളുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗം പറയുന്നുണ്ടാകും, നുണയാണ്, അത് വളരെ പ്രയാസമാണ്. ഈ കൊച്ചു ടെന്നീസ് കളി കുറച്ച് സമയം തുടരും. പണമുണ്ടാക്കണമെങ്കിൽ ശരിക്കും കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെടണം എന്ന ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ ഉടൻ തന്നെ ആ ചിന്ത ഉപേക്ഷിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ രീതിയിലുള്ള തരംഗങ്ങളാണ് നിങ്ങൾ പ്രസരിപ്പിക്കുക. അവ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളായി തിരിച്ചു വരികയും ചെയ്യും. അതുകൊണ്ട് ലോറൽ ലാങ്മേയറുടെ ഉപദേശം സ്വീകരിക്കൂ. നിങ്ങളുടെ ചിന്തകളെ പണം വളരെ എളുപ്പത്തിലും സുലഭമായി വരും എന്നതിലേക്ക് മാറ്റുക. ഡേവിഡ് ഷിർമർ, സമ്പത്ത് സൃഷ്ടിക്കാനുള്ള കാര്യമെടുക്കുക. സമ്പത്ത് എന്നത് ഒരു മാനസികാവസ്ഥയാണ്. അത് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ലോറൽ ലാങ്മേയർ, ഞാൻ പരിശീലനം നൽകുന്നവരിൽ 80% പേരുടെ കാര്യത്തിലും അവരുടെ മാനസികാവസ്ഥയും അവർ ചിന്തിക്കുന്ന രീതിയുമായിരുന്നു പ്രധാന വിഷയം. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും, പക്ഷേ എനിക്ക് കഴിയില്ല എന്ന് ആളുകൾ പറയുമ്പോൾ അതെനിക്ക് മനസ്സിലാകും. ആളുകൾക്ക് പണവുമായുള്ള അവരുടെ ബന്ധവും പ്രതിപ്രവർത്തനവും മാറ്റാനുള്ള കഴിവുണ്ട്. നിങ്ങളെ വിശ്വസിപ്പിക്കാൻ പഠിപ്പിച്ച കാര്യങ്ങളേക്കാൾ പ്രധാനം നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന നിമിഷം മുതൽ സമൃദ്ധിയിലേക്കുള്ള നിങ്ങളുടെ പ്രയാണത്തിൽ നിങ്ങൾ അടുത്ത ഗിയറിലേക്ക് മാറുകയാണ് എന്നതാണ് സന്തോഷകരമായ കാര്യം. വിജയം നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വരിക, പുറത്തു നിന്നല്ല. റാൽഫ് വാൽഡോ എമേഴ്സൺ, പണത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കണമെങ്കിൽ മനസ്സിൽ പണത്തെക്കുറിച്ചുള്ള സുഖാനുഭവം ഉണ്ടാകണം. ആളുകൾക്ക് ആവശ്യത്തിന് പണമില്ലാത്ത അവസ്ഥയിൽ പണത്തെക്കുറിച്ച് സുഖാനുഭവം ഉണ്ടാവില്ല.
എന്നത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷേ പണത്തെക്കുറിച്ചുള്ള ആ വിപരീത ചിന്തകളാണ് കൂടുതൽ പണം നിങ്ങളിലേക്ക് വരുന്നതിനെ തടയുന്നത്. നിങ്ങൾ ആ ആവൃത്തി അവസാനിപ്പിക്കണം. അതിന് നിങ്ങൾ പണത്തെക്കുറിച്ചുള്ള ചിന്തയിൽ സന്തോഷം അനുഭവിക്കാൻ തുടങ്ങണം. ഇപ്പോൾ നിങ്ങൾക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിൽ കൃതജ്ഞത തോന്നണം. എനിക്ക് ആവശ്യത്തിലധികം പണമുണ്ട്, സമൃദ്ധമായി പണമുണ്ട്, അത് എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ്. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു, പണം എന്നെയും സ്നേഹിക്കുന്നു. എല്ലാ ദിവസവും എനിക്ക് പണം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. നന്ദി, നന്ദി, നന്ദി എന്നെല്ലാം പറയുകയും ആ വികാരം അനുഭവിക്കുകയും വേണം. പണം കിട്ടാനായി പണം കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ പണം ലഭിക്കുവാൻ ശക്തമായൊരു മാർഗമാണ് പണം കൊടുക്കുക എന്നത്. കാരണം കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് എനിക്ക് ധാരാളം പണമുണ്ട് എന്നാണ്. ഈ ഭൂമുഖത്തെ ഏറ്റവും ധനികരായവർ ആണ് ഏറ്റവും വലിയ പരോപകാരികൾ. അവർ ധാരാളം പണം ദാനം ചെയ്യുന്നു. ആകർഷണ തത്വം അനുസരിച്ച് അവർ കൊടുക്കുന്തോറും പ്രപഞ്ചം അതിനെ എത്രയോ മടങ്ങ് വർദ്ധിപ്പിച്ച് പണം അവരിലേക്ക് പ്രവഹിപ്പിക്കുന്നു. ദാനം ചെയ്യാൻ മാത്രം പണം എൻ്റെ കയ്യിലില്ല എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അത് തന്നെയാണ് പ്രശ്നം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് നിങ്ങളുടെ പക്കൽ വേണ്ടത്ര പണം ഇല്ലാതായതെന്ന്. ദാനം ചെയ്യാൻ വേണ്ടത്ര പണം നിങ്ങൾക്കില്ല എന്ന് തോന്നിയാൽ ദാനം കൊടുക്കാൻ തുടങ്ങുക. എന്നതിൽ നിങ്ങൾ വിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ആകർഷണ തത്വം ഇനിയും കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും വിധത്തിൽ കൂടുതൽ പണം നിങ്ങൾക്ക് എത്തിച്ചു തരണം. ദാനം ചെയ്യുന്നതും ത്യജിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നിറഞ്ഞ ഹൃദയത്തോടെ കൊടുക്കുമ്പോൾ അതിൽ സുഖാനുഭവമുണ്ട്, ത്യജിക്കുന്നതിൽ സുഖാനുഭവമില്ല. രണ്ടും തമ്മിൽ തിരിച്ചറിയണം. അവ രണ്ടും നേരെ എതിർദിശയിലുള്ള കാര്യങ്ങളാണ്. ഒന്നിൽ ഇല്ലായ്മയുടെ സിഗ്നലുകൾ പ്രസരിപ്പിക്കുമ്പോൾ മറ്റേത് ആവശ്യത്തിലധികം ഉണ്ട് എന്ന സിഗ്നലാണ് പ്രസരിപ്പിക്കുന്നത്. ഒന്നിൽ സുഖാനുഭവം ഉണ്ട്, മറ്റേതിൽ അതില്ല. ത്യജിക്കുന്നത് ആത്യന്തികമായി അമർഷത്തിലേക്ക് നയിക്കും. നിറഞ്ഞ മനസ്സോടെ ദാനം ചെയ്യുക എന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. ആകർഷണ തത്വം ആ തരംഗങ്ങളെ സ്വീകരിച്ച് ഇനിയും കൂടുതൽ നിങ്ങളിലേക്ക് പ്രവഹിക്കപ്പെടും. ആ വ്യത്യാസം നിങ്ങൾ അനുഭവിച്ചറിയും. ജെയിംസ് റേ. ധാരാളം പണം സമ്പാദിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ വ്യക്തിബന്ധങ്ങൾ വളരെ മോശമാണ്. അത് സമ്പന്നതയല്ല. നിങ്ങൾക്ക് പണത്തിൻ്റെ പുറകെ പോകാം, ധാരാളം പണം സമ്പാദിക്കാം. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ സമ്പന്നനാകും എന്നുറപ്പ് പറയാൻ കഴിയില്ല. പണം സമ്പത്തിൻ്റെ ഭാഗമല്ല എന്നല്ല ഞാൻ പറയുന്നത്, തീർച്ചയായും ആണ്. പക്ഷേ അതൊരു ഭാഗം മാത്രമാണ്. വേറെ ചിലരെ ഞാൻ കാണാറുണ്ട്, ആത്മീയ വ്യക്തികൾ. പക്ഷേ അവർ എപ്പോഴും ദാരിദ്ര്യവും അനാരോഗ്യവും ആയിരിക്കും. അതും സമ്പന്നതയല്ല. ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാവണം എല്ലാ മേഖലയിലും. സമ്പന്നനാകുക എന്നത് ആത്മീയമായി പൊരുത്തപ്പെടുന്നതല്ല എന്ന വിശ്വാസത്തോടെയാണ് നിങ്ങൾ വളർന്നതെങ്കിൽ നിങ്ങൾ കാതറൈൻ പോണ്ടറുടെ ബൈബിളിലെ കോടീശ്വരന്മാർ എന്ന പരമ്പര വായിക്കാൻ ഞാൻ കാര്യമായി ശുപാർശ ചെയ്യുന്നു. ഈ വിശിഷ്ടമായ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കും അബ്രഹാം, ഐസക്, ജേക്കബ്, ജോസഫ്, മോസസ്, യേശു ഇവരെല്ലാം സമ്പന്നതയുടെ പ്രചാരകരായിരുന്നു എന്നു മാത്രമല്ല അവരെല്ലാം കോടീശ്വരന്മാരായിരുന്നു. അവരുടെ ധനാഢ്യമായ ജീവിതശൈലി ഇന്നത്തെ പല കോടീശ്വരന്മാർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല. നിങ്ങൾ സാമ്രാജ്യത്തിൻ്റെ കിരീടാവകാശിയാണ്. ഐശ്വര്യം നിങ്ങളുടെ ജന്മാവകാശമാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലുമേറെ സമൃദ്ധി കൈവരിക്കാനുള്ള താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതു നല്ല കാര്യവും നിങ്ങൾ അർഹിക്കുന്നു. പ്രപഞ്ചം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് നല്ല കാര്യവും നിങ്ങൾക്ക് തരും. പക്ഷേ നിങ്ങൾ അതിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്താം. ഇപ്പോൾ രഹസ്യം നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞു. താക്കോൽ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളുമാണ് താക്കോൽ. താക്കോൽ ജീവിതകാലം മുഴുവനും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. മാർസി ഷിമോഫ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ വളരെയധികം ആളുകൾ ജീവിത വിജയത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയാണ്. അവർക്ക് വലിയ വീട് വേണം, ബിസിനസ് വിജയിക്കണം, അതുപോലുള്ള ബാഹ്യമായ കാര്യങ്ങളെല്ലാം വേണം. പക്ഷേ ഞങ്ങളുടെ ഗവേഷണ പഠനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഈ ബാഹ്യമായ കാര്യങ്ങളെല്ലാം നേടിയാലും
യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുള്ളത് മാനസികമായ സുഖാനുഭവം ലഭിക്കും എന്നൊരുറപ്പുമില്ല എന്ന്. ബാഹ്യമായ കാര്യങ്ങൾ നേടിയാൽ സന്തോഷം, സുഖാനുഭവം ലഭിക്കും എന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ അത് പശ്ചാത്തലം മാത്രമാണ്. ആന്തരികമായ ആഹ്ലാദമാണ് നേടേണ്ടത്. ആന്തരികമായ ശാന്തി, ദർശനം ആദ്യം നേടുക. ബാഹ്യമായവയെല്ലാം തനിയെ പ്രത്യക്ഷമാകും. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ആന്തരികമായതാണ്. ബാഹ്യലോകം പ്രതീതികളുടെ ലോകമാണ്. അത് ചിന്തകളുടെ ഫലം മാത്രമാണ്. നിങ്ങളുടെ ചിന്തകളെ, മനസ്സിൻ്റെ തരംഗങ്ങളെ സന്തോഷത്തിൻ്റെ തരംഗദൈർഘ്യത്തിലേക്ക് ക്രമീകരിക്കുക. നിങ്ങളുടെ ഉള്ളിലെ സന്തോഷവും ആനന്ദവും പുറത്തേക്ക് വികിരണം ചെയ്യുക. നിങ്ങളുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അതിനെ പ്രപഞ്ചത്തിലേക്ക് സംപ്രേഷണം ചെയ്യുക. അപ്പോൾ യഥാർത്ഥ സ്വർഗീയാനുഭൂതി നിങ്ങൾക്ക് ഈ ഭൂമിയിൽ തന്നെ അനുഭവിക്കാം. രഹസ്യം, രത്നച്ചുരുക്കം. പണത്തെ ആകർഷിക്കുവാൻ സമ്പത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുക. ഒരേ സമയം ധനമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ധനം ആകർഷിക്കുകയും ചെയ്യുക അസംഭവ്യമാണ്. ഭാവന ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യും. ധാരാളം പണമുള്ളതായി ഭാവിക്കുന്ന കളികൾ കളിക്കുക. അപ്പോൾ പണത്തെക്കുറിച്ച് നല്ല ചിന്തകൾ ഉണ്ടാകും. പണത്തെക്കുറിച്ച് നല്ലത് തോന്നുമ്പോൾ കൂടുതൽ പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇപ്പോൾ മനസ്സിൽ സന്തോഷമുണ്ടാകുക എന്നതാണ് ജീവിതത്തിൽ കൂടുതൽ പണം വന്നു ചേരാനുള്ള വേഗതയേറിയ മാർഗം. നിങ്ങൾക്കിഷ്ടമുള്ള വസ്തുക്കളെ നോക്കി എനിക്കത് വാങ്ങിക്കാനുള്ള കഴിവുണ്ട്, ഞാനത് സ്വന്തമാക്കും എന്ന് സ്വയം പറയുവാൻ തീരുമാനിക്കുക. നിങ്ങളുടെ ചിന്തയുടെ ദിശ മാറുകയും പണത്തെക്കുറിച്ച് മനസ്സിൽ നല്ല വികാരങ്ങൾ ഉദിക്കുകയും ചെയ്യും. കൂടുതൽ പണം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ പണം ദാനം ചെയ്യുക. പണത്തിൻ്റെ കാര്യത്തിൽ വിശാല മനസ്ഥിതി ഉണ്ടാവുകയും ദാനം ചെയ്യുന്നതിൽ മനസ്സുഖം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അതെനിക്ക് ധാരാളം പണമുണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന പോലെയാണ്. തപാലിൽ ചെക്കുകൾ വരുന്നത് മനസ്സിൽ സങ്കല്പിക്കുക. ചിന്തകളുടെ ത്രാസിൽ പണത്തിൻ്റെ വശത്തേക്ക് മുൻതൂക്കം വരുത്തുക. സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കുക. ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.